നമസ്കാരം. മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരുപാട് പണം വേണ്ടേ എന്ന് ഒരു വിഭാഗം ആൾക്കാർ ചോദിക്കും. മറ്റു ചിലർ ചോദിക്കും ഏറ്റവും ചെറിയ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏതാണ് എത്ര എമൗണ്ട് തൊട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം എന്ന് ചിലർ ചോദിക്കും. സാധാരണഗതിയിൽ ഡെയിലി വേജസിന് ജോലി ചെയ്യുന്നവർ അവർക്ക് ഒരു ദിവസം 100 രൂപ 200 രൂപയൊക്കെ ആയിരിക്കും മാറ്റി വെക്കാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്നൊക്കെ പലപ്പോഴും പലരും സംശയമായിട്ട് ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ ചോദ്യം ചോദിക്കുന്നവർക്കൊരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അതായത് SIPയെ പറ്റി എല്ലാവർക്കും അറിയാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വളരെ പോപ്പുലറായ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ്. ഒരു നിശ്ചിത എമൗണ്ട് ഒരു നിശ്ചിത ഡേറ്റിന് എല്ലാ മാസവും മേടിക്കത്തക്ക രീതിയിൽ മന്ത്ലി SIP ആയിരിക്കും എല്ലാവർക്കും പരിചിതമായത്. അതുപോലെ തന്നെ മന്ത്ലിയും ചെയ്യാം, വീക്കിലിയും ചെയ്യാം, വേണമെങ്കിൽ ഡെയിലിയും ചെയ്യാം. അത്തരത്തിലുള്ള ഒരു SIPകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 100 രൂപ തൊട്ട് SIP ചെയ്ത് തുടങ്ങാവുന്നതാണ്. 100, 500 അല്ലെങ്കിൽ 100, 200, 300 അങ്ങനെ ഒക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം. പക്ഷെ പലപ്പോഴും ഇതറിയത്തില്ല. സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പോക്കറ്റ് മണി ഉള്ളവർക്ക് ചിലപ്പോൾ ചിലർക്ക് വിഷു കൈനീട്ടം കിട്ടിയാൽ അത്ര എമൗണ്ട് ചെറിയ എമൗണ്ട് ആയിരിക്കും. പക്ഷെ നമുക്കത് നല്ല രീതിയിൽ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനല്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു അഡ്വൈസറോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് റിസ്കിന് പറ്റിയ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇവിടെ കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അത് എക്സാമ്പിൾ അത് തന്നെയായിട്ട് കൺസിഡർ ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റുകൾ ഉണ്ട് എന്ന് നമ്മൾ പരിചയപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇനി ഡെയിലി SIP ചെയ്താൽ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റുപ്പി കോസ്റ്റ് ആവറേജിങ് മറ്റ് SIP ചെയ്യുന്നത് പോലെ തന്നെ റുപ്പി കോസ്റ്റ് ആവറേജിങ് അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എല്ലാ ദിവസവും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആ മൂവ്മെന്റ് അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ റുപ്പി കോസ്റ്റ് ആവറേജിങ് ഡെയിലി SIP നടക്കും. മറ്റൊന്ന് ഇതിന്റെ ബേർഡൻ ഇല്ല എന്നുള്ളതാണ്. മാസം ഒരു 5000 10,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അതേ ദിവസം 5000 10,000 ബാലൻസ് അക്കൗണ്ടിൽ ഇല്ലെങ്കിൽ ചിലപ്പോൾ അതേപറ്റി ആലോചിച്ച് ഇതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് തോന്നും. ഇപ്പൊ ഡെയിലി 100 രൂപ വെച്ചൊക്കെ ആണെങ്കിൽ എല്ലാവരുടെയും അക്കൗണ്ടിൽ ആ 100 രൂപ കാണും. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ എടുക്കുള്ളൂ. സാറ്റർഡേ സൺഡേ അതുപോലെ ഹോളിഡേയ്സിലൊന്നും ഈ 100 റുപ്പീസ് വെച്ച് നമുക്ക് SIP ചെയ്താൽ അത് എടുക്കില്ല. അതുപോലെ മറ്റ് SIP പോലെ വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല ഡെയിലി SIP ചെയ്യുന്നത്. ടാക്സേഷൻ ആണെങ്കിൽ പോലും മറ്റുള്ള മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ടാക്സേഷൻ ഉള്ളൂ. ഷോർട്ട് ടേമും ലോങ് ടേമും ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഇതിനും പരിഗണിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഏതൊക്കെ ഫണ്ടുകളാണ് എന്ന് നോക്കാം. ഇതിനകത്ത് ഇപ്പൊ 100 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 7ഓളം ഫണ്ടുകളാണ് ഇവിടെ പറയുന്നത്. ഇതിന് 2 3 ഫണ്ടിന് ഫസ്റ്റ് എമൗണ്ട് 5000 വേണം, ചിലതിന് 1000 വേണം. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ മന്ത്ലി 100 വെച്ചിടാം. ഇനി അങ്ങനെ അല്ലാതെ 100 രൂപ വെച്ച് മാത്രം തുടങ്ങാവുന്ന മ്യൂച്വൽ ഫണ്ടുകളുമുണ്ട്. ഇപ്പൊ നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട്, ആക്സിസിന്റെ സ്മോൾ ക്യാപ് ഫണ്ട്, അതുപോലെ ICICI പ്രൊഡൻഷ്യൽ നിഫ്റ്റി നെക്സ്റ്റ് ഇൻഡെക്സ് ഫണ്ട്, ഇതൊക്കെ നമുക്ക് 100 രൂപ വെച്ച് വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് വീക്കിലി ആയിട്ട് വേണമെങ്കിലും ചെയ്യാം, മന്ത്ലി ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ നമുക്കൊരു പോക്കറ്റ് മണി കിട്ടിയാൽ അത് വേണേൽ വീണ്ടും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് എക്സാമ്പിൾ ആണ്. നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് ഉണ്ട്, ICICI പ്രൊഡൻഷ്യൽ സ്മോൾ ക്യാപ് ഉണ്ട്. ഇതിന് 5000 ഇനിഷ്യൽ വേണം, പിന്നീട് നമുക്ക് 100 വെച്ച് ചെയ്യാം. ബന്ധന്റെ കോർ ഇക്വിറ്റി ഫണ്ട് ഇത് 1000 വേണം, പിന്നീട് നമുക്ക് 100 വെച്ച് ചെയ്യാം. ബാക്കിയൊക്കെ മുമ്പ് സൂചിപ്പിച്ച അതേ ഫണ്ടുകൾ തന്നെയാണ്. ICICI പ്രൊഡൻഷ്യലിന്റെ ഇക്വിറ്റി ഡെറ്റ് ഫണ്ട് ഉണ്ട്, അത് ആദ്യം 5000 വേണം, പിന്നീട് 100 വെച്ചും ചെയ്യാം. ഇത് മാത്രമല്ല ഒരുപാട് ഫണ്ടുകൾ ഇങ്ങനെ ഉണ്ട്. ഇനി മറ്റൊന്ന് 500 രൂപ വെച്ച് ചെയ്യാവുന്ന ഫണ്ടുകളാണിത്. ഇത് ഇൻവെസ്കോ ഇന്ത്യയുടെ PSU ഫണ്ട് ഉണ്ട്, SBIയുടെ സ്മോൾ ക്യാപ് ഫണ്ട്, അതുപോലെ തന്നെ താഴെ പറയുന്ന ഫണ്ടുകളെല്ലാം നമുക്ക് 500 രൂപ വെച്ച് മാസമോ ഡെയിലിയോ മന്ത്ലിയോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് ഇത് 1000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എല്ലാവർക്കും അറിയാമായിരിക്കാം. മിക്കവർക്കും 1000 രൂപ വെച്ചുള്ള SIPകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ 1000 രൂപ വെച്ച് ഇപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ട്, പരാഗ് പരീക്ക്, PGIMന്റെ ഉണ്ട്, അത് കോട്ടക് ഇന്ത്യ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മിറേഴ്സിന്റെ, ഇത് കൂടാതെ ഒരുപാട് ഫണ്ടുകളുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു 4-5 ഫണ്ടുകൾ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എത്രയും കുറഞ്ഞ എമൗണ്ടിന് വേണേലും നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു SIP കാൽക്കുലേറ്റർ ആണ്. നമ്മൾ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 2000 രൂപ വെച്ച് വന്നാൽ അതൊരു 20 വർഷം നമ്മളൊരു 15% റിട്ടേൺ ആയിട്ട് കണക്കാക്കിയാൽ ഏകദേശം ഇത്രയും എമൗണ്ട് കിട്ടും. നിങ്ങൾക്കറിയാം SIP കാൽക്കുലേറ്റർ ഇഷ്ടംപോലെ ഗൂഗിളിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. ഡെയിലി ഇൻവെസ്റ്റ് ചെയ്താൽ അത്തരം കാൽക്കുലേറ്ററും അവൈലബിൾ ആണ്. നമുക്ക് തീർച്ചയായിട്ടും ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ 100 രൂപ വെച്ച് ഡെയിലി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു പർപ്പസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ചെറിയ എമൗണ്ട് സ്റ്റുഡൻസിനും വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഡെയിലി വേജസുകാർക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് SIP. അത് ഡെയിലി തന്നെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് ആയിട്ട് റുപ്പി കോസ്റ്റ് ആവറേജിങ്ങും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും 100 രൂപ വെച്ചാലും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. തീർച്ചയായിട്ടും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.